ഇന്നത്തെ എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് രാജീവേട്ടനാണ്. രാജീവേട്ടനെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രാജീവേട്ടൻ. രാജീവേട്ട, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അസുഖമൊക്കെ മാറി ശരിയായി നിൽക്കുന്നു. ഓ, രാജീവേട്ടൻ ഇടക്കാലത്തൊന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു അറിഞ്ഞു അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും രാജീവേട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. രാജീവേട്ടന് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സത്യത്തില് ഇവിടെ ആർക്കും പരിപാടി ഇല്ലാത്ത സമയത്താണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു വേദിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ചാനൽ പരിപാടി, എനിക്ക് തോന്നുന്നത് ഫ്ലോറിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കൊണ്ടുവരുവാൻ വിഷ്ണുവിന് ആദ്യത്തെ എൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ. വലിയ സന്തോഷമുണ്ട്. ഞാനും പിഷാരടിയെ പോലെ തന്നെ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ ഒന്നിച്ച് എത്രയോ സ്റ്റേജുകൾ അല്ലേ. അതുപോലെ തന്നെ AK ആന്റണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തത് മനസ്സിലേക്ക് മിമിക്രിക്കാരിൽ ആരെന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരേ ഒരു പേര് രാജീവേട്ടൻ. പെർഫെക്റ്റ് ആയിട്ട് രാജീവേട്ടൻ ആന്റണി സാറിന്റെ ഫിഗർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. 1-2 സിനിമകളിൽ മമ്മൂക്കയോടൊപ്പം കുട്ടിശ്രാങ്ക് എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഗംഭീര വേഷമാണ് രാജീവേട്ടൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അത് നമ്മളൊന്നും ചെയ്തിട്ടുമല്ല നമുക്ക് വരുന്നത്. അപ്പോഴും എല്ലാം രാജീവേട്ടൻ എവിടെയോ രാജീവേട്ടന് വേണ്ടി വിളക്കുകൾ തെളിയുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, രാജീവേട്ടൻ കുറേ നാളുകൾക്ക് മുമ്പ് ഭൂലോകം തരികിട തിമിടത്തെ എന്നും പറഞ്ഞൊരു സീരിയല് ഞാൻ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോരുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൽ വേഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ വിളിച്ച് വീട്ടിൽ പോയിരുന്ന ആ സ്റ്റോറി മുഴുവനും ഞാൻ പറഞ്ഞതാ വീട്ടിലിരുന്ന്. അതെ, അതിനാണ് ഞാൻ രാജീവേട്ടന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഒരു അനുഭവം പറയാം. രാജീവേട്ടന്റെ AK ആന്റണി സാറിന്റെ പെർഫെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങള് ചെയ്യുന്ന സിനിമാലയ എന്ന് പറയുന്ന ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ ആ ചാനലിന്റെ മോളിൽ ന്യൂസ് സെക്ഷൻ ഉണ്ട്. ഈ ന്യൂസ് സെക്ഷനിൽ ഒറിജിനൽ AK ആന്റണി സാർ വന്നു മോളില്. അപ്പൊ 2 നിലയാണ്. മോളിലത്തെ ഫ്ലോറിൽ ന്യൂസ്, താഴത്തെ നിലയിൽ ഷൂട്ടിംഗ് ഒക്കെയാണ്. അപ്പൊ ഞാനും ധർമ്മനും കൂടെ ഈ ലിഫ്റ്റ് കയറി മോളിലത്തെ നമ്മുടെ ഫ്ലോറിലോട്ട് പോകുമ്പോൾ AK ആന്റണി സാർ ഇതിൽ കയറി. ധർമ്മനും വാറ്റിയിട്ട് തട്ടിയിട്ട് കുറെ നാളല്ലോ കണ്ടിട്ടെന്ന് ചോദിച്ചു. രാജീവേട്ടനാന്ന് ഓർത്തിട്ട് ഒരു തട്ട് ഞാൻ വിറച്ചു പോയിങ്ങനെ. കുറെ ആളല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തോ ഒരു എന്നും പറഞ്ഞിട്ട് പുള്ളി എനിക്ക് മിണ്ടാവ. ഞാൻ പറഞ്ഞു, എടാ അത് ഒറിജിനൽ ആന്റണി സാറായിരുന്നു. രാജീവേട്ടനല്ലേ എന്ന് ചോദിച്ചു. അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് രാജീവേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിടെ കുട്ടിശ്രാങ്ക്, പുത്തൻ പണം, എത്ര സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് രാജീവേട്ടൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മളുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള AK ആന്റണി ചേട്ടന്റെ ശബ്ദം തന്നെ ഒന്ന് കേൾക്കാൻ രാജീവേട്ട. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, അതിനു മുമ്പ് കേന്ദ്ര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഒരു വകുപ്പുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നറിയാം. പക്ഷെ എല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്.